മോശം പറഞ്ഞാൽ നമ്മൾ മോശമാവോ? ഇല്ല. അപ്പോൾ അമിതായിട്ട് പിടിക്കാൻ താല്പര്യമില്ല. എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് നെഗറ്റീവ് മാത്രമേ പറയാൻ പാടുള്ളൂ. ഒരു മൈക്ക് കൊടുക്കുന്നുണ്ട്. നമുക്ക് പത്രസമ്മേളനം എല്ലാവരും കയറിയിരിക്കും. കിളിയാണ് ഞാൻ. ഇനി ആരാ നമ്മുടെ പടവുമായി അവിടെ ഇരിക്കുന്നത്? ആരെങ്കിലും ഇവിടെ വന്നിരിക്കാണ്ടോ കൂടുതൽ? നമ്മുടെ ആരെങ്കിലും ഉണ്ടോ? അതാ ഉണ്ടോ? നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കുന്നു, ഗ്യാസ് കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, നമ്മുടെ പ്രസ് മീറ്റ് നടന്നുകൊണ്ടേയിരിക്കുന്നു. ഗംഭീരമായിട്ട് തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പുതിയ പുതിയ താരങ്ങൾ ഇപ്പോ തിയേറ്ററുകൾ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാം, ചെറുപ്പക്കാര്. അപ്പൊ അതിനിടയിൽ ചെറുപ്പക്കാരനാണോ അതോ അങ്ങനെ ചെറുപ്പക്കാരൻ തന്നെയാണ്. ഓക്കെ, അപ്പൊ അപ്പൊ അവരൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പൊ നിങ്ങളുടെ മീഡിയയുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അപ്പൊ ഏതൊക്കെ രീതിയിൽ നമ്മളെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമോ അത് ആ രീതിയിലെല്ലാം സഹായിക്കണം. പിന്നെ നമ്മുടെ കുറെ കാര്യങ്ങൾ നമ്മുടെ ആക്ടേഴ്സിനൊക്കെ പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ കേൾക്കണം, ഞങ്ങൾ കേട്ടും മടുത്തില്ലേ? അപ്പോൾ അമിതായിട്ട് പിടിക്കാൻ താല്പര്യമില്ല. കടകൻ എന്നുള്ള പടം കണ്ടിട്ടില്ല? അല്ലല്ല, പുള്ളി കണ്ടിട്ടുണ്ട്, അഭിനന്ദിച്ചിട്ടുണ്ട്. സോ കടകൻ ഞാൻ പിന്നീടാണ് കാണുന്നത്, അഭിനയിച്ചതിനല്ലോ. എൻ്റെ അടുത്ത് ഉപയോഗിച്ച് പറയണം വന്നതായിരുന്നു. എനിക്കൊരു ക്യാരക്ടർ അതിൽ നിന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പൊ ഞാൻ ധാരാളം കേട്ട് പരിചയമുള്ള പേര്, ക്യാരക്ടേഴ്സിന്റെ പേര് ചോദിച്ചു. നമ്മൾ കേട്ട് പരിചയമില്ലാത്ത ഒരാളുടെ പേര് നമ്മുടെ പേരിലൊന്നും വന്നിട്ടില്ല. ജിജോയുടെ ഇത് പടം നോക്കിയത് വാലിബനാ? ഓ, അത് ആ ഒരൊറ്റ പടം വർക്ക് ചെയ്തപ്പോ അത് 2 ദിവസം വർക്ക് ചെയ്താൽ മതിയാവും നിങ്ങൾക്കൊക്കെ. അത് മതി, പടം വർക്ക് ചെയ്താലും പടം ചെയ്യുന്നത്. അതായത് ഞങ്ങളെ കൊണ്ട് ഇത്രയും വലിയ മെനക്കെട്ട പണി ചെയ്യാൻ പറ്റും, ഇത്രയും ഹെക്റ്റിക്കായിട്ട് ഒരു പരിപാടി അല്ലേ? എന്നാലും അതിൻ്റെ ഒരു രസം. സോ അപ്പോൾ സജീവ് പറ്റി എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് നെഗറ്റീവ് മാത്രമേ പറയാൻ പാടുള്ളൂ, ഈ സിനിമയെ കുറിച്ച് പോസിറ്റീവ് പറയാൻ പാടില്ല. ഓക്കെ, 1 മിനിറ്റ്. നമ്മൾ നിർത്തിയ ആൾക്കാരാണ് അവര്. ഞാൻ ആ പയ്യൻ എനിക്ക് ഇൻസ്റ്റയിൽ അയച്ച വോയിസ് നോട്ട് ഞാൻ കേൾപ്പിക്കാം. കേട്ടല്ലോ. അതായത് അവിടെ നിന്ന് റിവ്യൂവേഴ്സ് വന്നിട്ട് ഈ പയ്യനോട് പറയുകയാണ്, നിങ്ങൾ നെഗറ്റീവ്സ് മാത്രമേ പറയാൻ പാടുള്ളൂ. ആ ചാനലിൽ വന്നേക്കുന്ന എല്ലാ റിവ്യൂവേഴ്സും, അതായത് അന്ന് നെഗറ്റീവ് പറഞ്ഞേക്കുന്ന എല്ലാം പറഞ്ഞു പറയിപ്പിക്കുകയാണ്. മനഃപൂർവ്വം ഒരു സിനിമയെ ഭയക്കുന്നുണ്ടെന്നല്ലേ? അപ്പൊ ഇപ്പൊ ഞാൻ ചില പടം ഞാൻ ചെയ്തിട്ട് നെഗറ്റീവ് പോലും ഓക്കെ അത് ഒരു മത്സര വിഭാഗത്തിൽ ഉണ്ട്. പക്ഷെ അവിടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മൻസൂർക്ക ഞാൻ മൻസൂർക്ക് പരിചയപ്പെട്ടതും ഞാൻ ഓപ്പണായിട്ട് പറയാം, വളരെ നല്ലൊരു പ്രൊഡ്യൂസർ. റിലേഷൻഷിപ്പിനെ പറ്റി പറയണ്ടല്ല. അപ്പം ഇനിയും മൻസൂർക്ക് ഈ പറഞ്ഞ രീതിയിൽ ഇനിയും മലയാള സിനിമയിൽ കുറെ നല്ല സിനിമകൾ ഇപ്പം നമ്മൾ ഒന്നുമില്ല. അതായത് ഞാൻ പടങ്ങളുടെ പേരൊന്നും പറയുന്നില്ല. നമ്മൾ വളരെ വളരെ കുറവാണ് നമ്മൾ പോസ്റ്റേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ വളരെ കുറവ് പോസ്റ്റേഴ്സ് ആണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ നോക്കിയിട്ട് നമ്മൾ വളരെ കുറച്ച് പോസ്റ്റേഴ്സ് ആണ് ഒട്ടിച്ചിട്ടുണ്ടാവുക. റീസെന്റ് ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പടത്തിന്റെ പോസ്റ്ററിന്റെ മണ്ടയിൽ കൂടെ വേറെ പടങ്ങളുടെ പോസ്റ്റർ ഒട്ടിച്ച് പോയിക്കുവാണ്. വളരെ മോശമല്ലേ? തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയല്ലേ? നമുക്ക് എടുക്കാം, പക്ഷേ അന്നെല്ലാരും അതിൽ നോക്കി വേറെ ആൾക്കാരെ പോസ്റ്റേഴ്സ് നമ്മളെവിടെ ഒട്ടിക്കണം, ഇന്നെല്ലാരും മൊബൈലിൽ നോക്കിയിട്ടാണ് സംബന്ധിച്ചു. പക്ഷെ എങ്കിലും നമ്മുടെ കോൺഫിഡൻസിനെ തകർക്കുക എന്നുള്ള സാധനമാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ച്
അല്ല ബേസിക്കലി നമ്മള് മോശം പറഞ്ഞാൽ നമ്മൾ മോശമാവോ? അത്ര വിചാരിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ എത്ര പേര് നല്ലതെന്ന് പറഞ്ഞാൽ ഞാൻ നല്ലാവൂ. അപ്പൊ താങ്ക് യു സോ മച്ച്. നമ്മൾ ചെയ്യേണ്ട കാര്യം